വെച്ചപ്പോ തന്നെ ബെൽറ്റൊന്നുമില്ലോ. മഴ ഇത് വെള്ളമൊക്കെ ചാടും. പവറും ഉണ്ടോ? ഇതിവിടെ സ്റ്റേ കൊടുക്കുന്ന. അയ്യോ ഒന്നാമത് തല ഇറങ്ങിയിരിക്കും. മതി മതി മതി. ഉള്ളില് ലൈവായിട്ട് വെള്ളം ചാടിക്കൊണ്ടിരിക്കും. കൈ വേണ്ട. പ്രകൃതിയുടെ പച്ചപ്പും കൃഷിയുടെ അറിവുകളും ഒത്തുചേരുന്ന ഒരു അത്ഭുത ലോകമുണ്ട് കേട്ടോ. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് ലോകത്തിൽ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്നും എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. പെർ ഹെഡ് അഡൽറ്റിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 350 രൂപ കേട്ടോ. ഈ 350 രൂപയ്ക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെയാണ് അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞും തരും. പിന്നെ അതൊക്കെ അവിടെ ഫ്ലെക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 6 പേരുണ്ട്. അപ്പൊ 6 ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പൊ പിള്ളേരെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് റേറ്റ് 350 താഴെയൊക്കെ ആയിട്ട് ഇവര് തരും കേട്ടോ. ജസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ വേറെ കുറച്ച് സ്റ്റാഫുകൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു നമ്മുടെ കൂടെ ഏതെങ്കിലും ഗൈഡിനെ വിടണമെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നമുക്ക് തൽക്കാലത്തിന് ഗൈഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഗൈഡിന് ആവശ്യം ഉണ്ടെങ്കിൽ വേണം നമുക്ക് അവിടെ നിന്ന് ഗൈഡിനെ എടുക്കാം കേട്ടോ. എൻട്രൻസിന് അവിടെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു മെയിൻ പൂള് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പൂള് ഉണ്ട്. അതിന്റെ അപ്പുറമായിട്ട് അഡൽറ്റിന് വേണ്ടിയിട്ടുള്ള പൂളും ഉണ്ട് കേട്ടോ. പൂള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എടുത്ത ആ ഒരു എൻട്രൻസ് ടിക്കറ്റിലോട്ടോ. രാവിലെ തന്നെ നമ്മൾ പൂളിൽ ചാടണ്ടല്ലോ ഓർത്ത് നമ്മൾ വേറെ അവിടെ എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെ നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടോ. അതിന് മുമ്പ് തന്നെ നമുക്കൊരു കോഫി കുടിക്കാനായിട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഫേയിലേക്ക് കയറി കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ ഒരുപാട് കഫേയും ചായക്കടകളും ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റും അങ്ങനെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒത്തിരി നടന്നുള്ളിലേക്ക് പോയിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള സ്ലൈഡറും ചെറിയ പാർക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട്. ഇനി ഇത് കണ്ടോ, ഇത് തേയിലത്തോട്ടം, ചെറിയൊരു തേയിലത്തോട്ടം അവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിൽ ഒരു വാച്ച് ടവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അടുത്ത സെക്ഷനിൽ കുട്ടൂസിനും മായാവിയും ഡാഗിനിയും ആ പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കയറാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതൊക്കെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏതോ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് ഫുള്ള് കോൺക്രീറ്റിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഏകദേശം ഒരു 25 അടിയാണ് ആ ഒരു ബൈബിളിന്റെ സൈസ് വരുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു. അത് നമ്മുടെ മാംഗോ മെഡോസിലാണ്. അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഗെയിമിംഗ് സെക്ഷൻ ആട്ടോ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ചാടാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് 15 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ ഇതുണ്ടോ, ഷൂട്ടിങ്ങും അമ്പെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പറയായിട്ട് കുറെ ബോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ലൈഡറും കാര്യങ്ങളും ബോളും ഒക്കെ ഇട്ട് ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഇഷു ബേബിയും ആദിക്കുട്ടനെയും ഒക്കെ നമ്മുടെ അവിടെ കളിക്കാൻ വേണ്ടി അവിടെ ഇരുത്തി. എന്നിട്ട് ഞങ്ങള് ഇവിടെ ഷൂട്ടിങ്ങിനും അമ്പെയ്ത്തിനും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതൊക്കെ നമ്മുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് പെർ ഹെഡ് ഒരാൾക്ക് 3 തവണ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തരും കേട്ടോ തോക്കുകൊണ്ട്. അത് പെല്ലറ്റൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന തോക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബലൂണൊക്കെ പൊട്ടിക്കാം. 3 തവണയാണ് നമുക്ക് ചാൻസ് തരുള്ളൂ. ഇത് ഞങ്ങളെല്ലാം ഓരോ ബലൂണൊക്കെ പൊട്ടിച്ചു. പിന്നെ അമ്പെയ്ത്തും ഉണ്ട് കേട്ടോ അതിന്റെ തൊട്ടിപ്പുറം. അതും അഡൽറ്റിന് മാത്രമേ ഉള്ളൂ. അതും ഈ ടിക്കറ്റിനകത്തുള്ളതാണ്. 3 തവണ നമുക്ക് അമ്പെ ചെയ്യാട്ടോ. പവറുണ്ടോ കൊണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഷൂട്ടിങ് ബെയ്ത്തും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അടുത്ത ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് പോകാം. ഇതെന്ന് പറയുന്ന ഒരു കേവ് കോട്ടേജ് ആട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ കോട്ടേജുകളും ഫാം ഹൗസുകളും സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹൗസുകളുണ്ട്. അവിടെയൊക്കെ വേണം നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാണ്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. ഇതിലിങ്ങനെ നടന്ന് കാണാനായിട്ട് നല്ല വൈബാട്ടോ. ഒരുപാട് വെയിലും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു ടയേർഡൊന്നും ആകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഏതങ്കാട് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയക്കകത്ത് മാത്രമായിട്ട് 174 ഇനം പല വൃക്ഷങ്ങളുണ്ടെന്നാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ഒരു അക്വേറിയം ഉണ്ട്, അക്വേറിയസ് നോക്കാം. ആരാപ്പിൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഗുണം പറഞ്ഞാൽ നിങ്ങൾ കേട്ട്. ഇവിടെ ആണെങ്കിൽ ഒരു അക്വേറിയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു അക്വേറിയാണ്. അതേപോലെ തന്നെ ഈ അക്വേറിയത്തിനുള്ളിൽ കിടക്കുന്ന മീനാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ അടുത്തേക്ക് പോയപ്പോൾ ആണ് ഇതിന്റെ സൈസ് അറിഞ്ഞത്. ഫുള്ള് വൈറ്റ് മീനാട്ടോ, കളറുള്ള മീനിന്റെ ഒക്കെ തൊലി പൊളിച്ചു വെച്ചേക്കുന്ന പോലെ. അതേപോലെ തന്നെ വേറെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ആ ഒരു അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറയായിട്ട് ഒരു നാച്ചുറൽ വാട്ടർ ഫാൾസ് പോലെ ഇങ്ങനെ പാറയക്കട വെള്ളം ഇങ്ങനെ ചാടുന്ന രീതിയിൽ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ആ സൗണ്ടും ആ ഒരു അക്വേറിയം എല്ലാം കൂടെ അവിടെ ഒരു നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിഞ്ഞ് നമ്മളിനി അടുത്തൊരു സെക്ഷനകത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ വഴി നമ്മളിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് വേറെ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അത് എന്താണെന്നുള്ളതും അത് എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഒരു ടോഡി ഷോപ്പിലേക്കാട്ടോ. അപ്പോൾ ഈ ടോഡി ഷോപ്പിന്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇത് ഇപ്പം കറന്റ് ഇതിനകത്ത് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് വേറെ ടോഡി കാര്യങ്ങളൊന്നും ഇല്ല, റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന അടുത്ത പെൻഡുലം റൈഡും ഊഞ്ഞാലും റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. ഇങ്ങനെ ഊഞ്ഞാലാടാം, പെൻഡുലം റൈഡിങ് കയറാം, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേട്ടോ. ലോക്കാവൂല്ലോ ഇപ്പോ? അയ്യോ, ഒന്നാമത് തല ഇറങ്ങിയിരിക്കും. നേരത്തെ നിങ്ങൾ ചുമ്മാ വന്ന് കയറിയിരുന്നാണ്. മതി മതി മതി. അപ്പൊ ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തും കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ഇത് സെയിം ആട്ടം തന്നെയാ അല്ല, കറങ്ങുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ അത് കറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും അതും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതേപോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് ഇവിടെ ഫുള്ള് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ ലഞ്ച് ടൈമാണ്. നമ്മളിവിടെ കാഴ്ചകളും ഓരോ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വേഗം തന്നെ ഉച്ചയായി കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും നല്ല നാടൻ ഊണും മീൻ വറുത്തതും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ്. എല്ലാം കൊണ്ടും നല്ല നൈസ് ഒരു ഊണായിരുന്നു കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടിയത്. അപ്പം ഇഷു ബേബി ഇവിടെ ഒരു സ്ലൈഡറിലൊക്കെ കയറി, ഇഷുവിന് സ്ലൈഡറിൽ കയറിയിട്ട് തന്നെ വരാൻ പേടി കേട്ടോ. കൈ പിടിക്കണം. പൂർണ്ണ കൈ വേണ്ട കൈ വേണ്ട കൈ വേണ്ട. അപ്പോൾ സ്ലൈഡറിലേക്ക് കയറി ഇനി അടുത്ത് നമ്മൾ പോകുന്ന 12D ഷോ കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ അടുത്തപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ അടുത്താണ് എല്ലാവർക്കും വേണ്ടിയിട്ട് 12D ഷോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. ഇത് ഫുള്ളൊരു വൈബ് ഒരു സ്ഥലം കേട്ടോ. 12D ഷോ ഇടും. അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വരും, നമുക്ക് സീറ്റ് ഉണ്ട്, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മളെ പിടിച്ചിരിക്കണം കേട്ടോ. അയ്യോ, ഹെവി ഷോ ആയിരുന്നു കേട്ടോ 12D എന്ന് പറയുന്നത്. ഈ 12D എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ 12D ഷോ. എക്സ്പീരിയൻസ് മഴ ഇത് വെള്ളമൊക്കെ ചാടും. 12D എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളിനി അടുത്ത് പോകുന്നത് ഇതുണ്ട്. ഇതാണ് പരശുരാമന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കേട്ടോ. ഇതിന് ഏകദേശം 35 അടി ഉയരമുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ട് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് സൈക്ലിംഗ് ചെയ്യാനാണ്. ഈ സൈക്ലിംഗ് നമുക്ക് ഫ്രീ ആണ് ആക്ച്വലി. പിന്നെ നമ്മൾ ഇവിടെ സൈക്ലിംഗ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു 100 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. പിന്നെ അരമണിക്കൂർ നമ്മൾ സൈക്കിൾ ചവിട്ടിയതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പം ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു തരും കേട്ടോ. അതിൽ കൂടുതൽ ടൈം നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുമ്പം ഓരോ മണിക്കൂറിന് 50 രൂപ വെച്ചിട്ട് അവർ പിടിക്കും. അതിനുവേണ്ടി ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അവരെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ജസ്റ്റ് അതിലൊക്കെ ഒന്ന് ചുറ്റി കാണാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഒരു സൈക്ലിംഗ് കേട്ടോ.
ഇതൊക്കെ ഓരോരോ കോട്ടേജ് ആണ് കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കോട്ടേജിലോ കേവ് കോട്ടേജിലോ അങ്ങനെ ഏത് കോട്ടേജിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇതിനകത്ത് കയറുമ്പോൾ എൻട്രൻസ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഫിഷിംഗ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ പെഡൽ ബോട്ട് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ കൊട്ടവഞ്ചി സർവീസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓടക്കോയിൽ പോകുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. ആ പുള്ളി നല്ല കിഡുമായിട്ട് പറയുന്ന പാട്ട് നമുക്ക് ഓടക്കോയിലിൽ കൂടെ ഇങ്ങനെ വായിച്ചു തരും കേട്ടോ. ഓടക്കുഴലിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ചേട്ടൻ്റെ അടുത്ത് വന്നാൽ മതി. നമ്മൾ പറയുന്ന പാട്ടെല്ലാം ആ ഒരു ട്യൂണിൽ ഓടക്കുഴലിൽ കൂടെ ഇങ്ങനെ പാടിത്തരും കേട്ടോ. ഈ ഒരു മാങ്കമേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 ഏക്കറിലാട്ടോ പരന്ന് കിടക്കുന്നത്. ഏകദേശം ഒരു 4800-ലധികം സസ്യവർഗ്ഗങ്ങളും ബൈബിളും പരശുരാമ പ്രതിമയും ഒക്കെ ആയിട്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അത്ഭുത ലോകമാണ് ഈ ഒരു മാംഗോ മെഡോസ്. കൃഷിയും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു മനോഹരമായ പാർക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോയത് കേട്ടോ. ഇന്നത്തെ ടൈമിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 10 തൊട്ട് 5 മണി വരെയാണ്. ഞങ്ങൾ അത്യാവശ്യം ടയേർഡായി. പിന്നെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഈ എൻട്രൻസിന്റെ ഇവിടെ അവിടെ നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ അവിടെ തന്നെ വൈക്കം തല ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണം നമുക്ക് മേടിക്കാം. അടുത്തായിട്ട് തന്നെ മാങ്കോമഡേസിന്റെ പ്ലാന്റ് നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് വേണം നല്ല എന്തെങ്കിലും തൈകളോ ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് ബഡ് ചെയ്ത തൈകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. മാങ്കോമഡേസിൽ വന്നപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവിടുത്തെ ആ ഒരു രീതിയും എല്ലാം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.